Hi friends, welcome to Kerala Tech Academy, Success in Your Hands. So ഇന്ന് നമ്മൾ പവർ സിസ്റ്റം SSC ക്രാഷ് കോഴ്സിൻ്റെ തേർഡ് ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് ടോപ്പിക് എന്ന് പറയുന്നത് താരിഫാണ്. സോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മിക്കവാറും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മിക്കവാറും വരാറുണ്ട് ഈ ടോപ്പിക്കിൽ നിന്ന്. നോക്കാം നമുക്ക്. സോ എന്താണ് താരിഫ്? The rate at which electrical energy is supplied to a consumer is known as താരിഫ്. അതായത് എന്താ പറയുക, നമ്മളെ വീടുകളിലൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് വരാറുണ്ട്. സോ അത് തയ്യാറാക്കുന്ന ഒരു രീതി, എന്തിന് ബേസ് ആയിട്ടാണ് ഈ ബില്ലുകൾ തയ്യാറാക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ ആ പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയുക, താരിഫിങ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു 6-7 ടൈപ്പ് താരിഫ്സ് നോക്കാനുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. പഠിച്ചു പോയി കഴിഞ്ഞാൽ മിക്കവാറും 1 മാർക്ക് 2 മാർക്ക് ഷുവറായിട്ട് എടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യത്താണ് ഫിക്സഡ് താരിഫ്. എന്താണ് ഫിക്സഡ് താരിഫ്? When there is a fixed rate per unit of energy consumed, it is called a simple tariff or uniform rate tariff or fixed tariff. അതെന്താ, നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ ഒരു ഫിക്സഡ് ചാർജ്. ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ് ഒരു യൂണിറ്റിന് 3 രൂപയാണെങ്കിൽ ഞാൻ 100 യൂണിറ്റ് ഉപയോഗിച്ചാൽ അത് എത്രയായി? 300 രൂപയായി. അല്ലെങ്കിൽ 1000 യൂണിറ്റ് ഉപയോഗിച്ച് എത്രയായി? 3000 യൂണിറ്റായി. സോ ഒന്നുമില്ല, വേറെ യാതൊരു പാരാമീറ്റർ അതിനകത്ത് വരുന്നില്ല. ജസ്റ്റ് ഞാൻ എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നോ ആ യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ് പെർ ചാർജ്, അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, വെരി സിമ്പിൾ. സോ സിമ്പിൾ താരിഫ് അല്ലെങ്കിൽ യൂണിഫോം റേറ്റ് താരിഫ് അതിനെ വിളിക്കും, അല്ലെങ്കിൽ ഫിക്സഡ് താരിഫ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്താണ് ഫ്ലാറ്റ് റേറ്റ് താരിഫ്. എന്താ ഫ്ലാറ്റ് റേറ്റ് താരിഫ്? വെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആർ ചാർജ്ഡ് അറ്റ് ഡിഫറെൻറ്റ് യൂണിഫോം പെർ യൂണിറ്റ് റേറ്റ്സ്, ഇറ്റ് ഈസ് കോൾഡ് എ ഫ്ലാറ്റ് റേറ്റ് താരിഫ്. അതായത് നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ എന്താ പറയുക, സാധാ വീടുകളിലേക്കുള്ള ഉപയോഗം, അതുപോലെ ഇൻഡസ്ട്രികളിലേക്ക് വേറെ ടൈപ്പ് ആയിരിക്കും ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്. സോ എന്താ പറയുക, നമ്മൾ കൺസ്യൂമർ അനുസരിച്ച് അല്ലെങ്കിൽ ലോഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ യൂണിറ്റ് പെർ ചാർജ്, ഓക്കെ, ഒരു യൂണിറ്റ് റേറ്റ് ചെയ്യുന്ന ചാർജ് മാറ്റുന്നു. ഫോർ ഇൻസ്റ്റൻസ്, ദ ഫ്ലാറ്റ് റേറ്റ് പെർ കിലോ വാട്ട് ഹവർ ഫോർ ലൈറ്റിംഗ് ലോഡ് മേ ബി 60 പൈസ, whereas it may be slightly less for power loads. അതായത് നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും എന്താ ലൈറ്റ് ലോഡായിരിക്കും. അത് നമ്മുടെ ലൈറ്റ്, ഫാന് അല്ലെങ്കിൽ സാധാ വളരെ ചെറിയ ചെറിയ പവർ കൺസ്യൂമർ ലോഡുകൾ. സോ അവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനത്തെ ലോഡുകളിലേക്ക് നമ്മൾ എത്ര ചാർജ് ചെയ്യുന്നു? 60 പൈസ ചാർജ് ചെയ്താൽ, whereas it may be slightly less, അതായത് നമ്മുടെ പവർ ലോഡുകൾ, ഇപ്പോൾ വലിയൊരു ഇൻഡസ്ട്രികളിലൊക്കെ ഒരുപാട് മെഷീൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് മോട്ടോഴ്സ് മെഷീൻസ് ഒക്കെ ഉണ്ടാകും. സോ അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് എന്താ പറയുക, നമ്മൾ കുറച്ചുകൂടി റേറ്റ് കുറച്ച് കൊടുക്കും. സപ്പോസ് ഇത് 60 പൈസ ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എത്ര കൊടുക്കും? 55 പൈസ പെർ കിലോ വാട്ട് കൊടുക്കും. അതൊരു യൂണിറ്റിൻ്റെ ചാർജ്. ഒരു യൂണിറ്റ് നമുക്കറിയാം 1 കിലോ വാട്ട് അവറാണ്. സോ ഒരു യൂണിറ്റിന് ലൈറ്റ് ലോഡ് സമയത്ത് ലൈറ്റിംഗ് ലോഡാണെങ്കിൽ നമ്മളത് 60 പൈസക്ക് അല്ലെങ്കിൽ കുറച്ച് കൂടിയ വിലക്കും. ഇനി സപ്പോസ് അത് പവർ ലോഡാണെങ്കിൽ കുറച്ചുകൂടി കുറഞ്ഞ പൈസക്ക്, കമ്പാരിറ്റീവ്ലി ലോവർ ദാൻ ലൈറ്റിംഗ് ലോഡ് റേറ്റ് കൊടുക്കുന്നതാണ് നമ്മൾ എന്താ പറയുക, ഫ്ലാറ്റ് റേറ്റ് താരിഫ്. അതായത് ഈ ലോഡ് പവർ ലോഡാണോ അതിനൊറ്റ റേറ്റ്, ഇനി ലൈറ്റിംഗ് ലോഡാണെങ്കിൽ വേറെ ഒരു സിംഗിൾ റേറ്റ്. ഓക്കെ, ഇവിടെ ഈ തൊട്ട് മുമ്പ് ഫിക്സഡ് താരിഫ് കേസിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് കൺസ്യൂമറിനാണെങ്കിലും, ഇൻഡസ്ട്രിയൽ ആണെങ്കിലും ഡൊമസ്റ്റിക് കൺസ്യൂമർ ആണെങ്കിലും ഒക്കെ എന്താണ്, ഒരു ഫിക്സഡ് റേറ്റ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ലൈറ്റ് ലോഡ് ഉപയോഗിക്കുന്നവർക്ക് ഒരു റേറ്റ്, ഹെവി ലോഡ് ഉപയോഗിക്കുന്നവർക്ക് വേറെ റേറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഫ്ലാറ്റ് റേറ്റ് താരിഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ശരി. മൂന്നാമത്തെയാണ് ബ്ലോക്ക്ഡ് റേറ്റ് താരിഫ്. എന്താ ബ്ലോക്ക്ഡ് റേറ്റ് താരിഫ്? When a given block of energy is charged at a specified rate and succeeding blocks of energy are charged at a progressively reduced rate, it is called block rate tariff. അതായത് സപ്പോസ് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ആദ്യത്തെ 100 യൂണിറ്റിന് ഞാൻ പറയുകയാണ് 10 രൂപയാണ് പെർ യൂണിറ്റ്. ഓക്കെ, പിന്നീട് അടുത്ത ഒരു എന്താ പറയുക, ഒരു 300 യൂണിറ്റ്സ് വരെ ഞാൻ എത്ര ചാർജ് ചെയ്യും? 8 രൂപ ചാർജ് ചെയ്യും. ഓക്കെ, ആദ്യത്തെ 100 യൂണിറ്റിന് 10 രൂപയായിരുന്നു. പിന്നീട് 300 യൂണിറ്റ് വരെ ഞാൻ 8 രൂപ ചാർജ് ചെയ്യും. അതിന് മുകളിൽ 300. ഇനി അതിന് മുകളിൽ ഒരു 500 യൂണിറ്റ് വരെയാണെങ്കിൽ ഞാൻ എത്ര ചാർജ് ചെയ്യും? അതിലും കുറഞ്ഞ റേറ്റ്, ഏകദേശം ഒരു 6 റുപ്പീസ് ചാർജ് ചെയ്യും പെർ യൂണിറ്റ്. ഓക്കെ, സോ ഇത് നമ്മൾ സ്ലാബ് വൈസ് എന്നും പറയും. സ്ലാബ് റേറ്റ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ബ്ലോക്ക്ഡ് റേറ്റ് താരിഫ്. ഓക്കെ, അങ്ങനെ ഇതുപോലെ നമ്മൾ ഓരോ സ്ലാബായിട്ട് ഓരോരോ വാല്യൂസ് സെപ്പറേറ്റ് ആയിട്ടുള്ള യൂണിറ്റ് റേറ്റ് പെർ യൂണിറ്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ബ്ലോക്ക്ഡ് റേറ്റ് താരിഫ് എന്ന് പറയുക. സോ ഇതെങ്ങനെ ചെയ്യുന്നത്, നമ്മൾ കുറച്ചുകൂടി കൺസ്യൂമേഴ്സിനെ കൂടുതൽ വൈദ്യുതി ഉപയോഗത്തിന്, അതായത് എനർജി കൺസംഷന് എന്താ പറയുക, എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ഓരോ സ്ലാബിനും. ഓക്കെ, സോ ബ്ലോക്ക് റേറ്റ് താരിഫ് ഒന്നുമില്ല. വെൻ എ ഗിവൺ ബ്ലോക്ക് ഓഫ് എനർജി ഈസ് ചാർജ്ഡ് അറ്റ് എ സ്പെസിഫൈഡ് ചാർജ് റേറ്റ് ആൻഡ് എ സക്സീഡിങ് ബ്ലോക്സ് ഓഫ് എനർജി ആർ ചാർജ്ഡ് അറ്റ് പ്രോഗ്രസീവ്ലി റെഡ്യൂസ്ഡ് റേറ്റ്. ഓക്കെ, അതായത് നമ്മൾ ഉപയോഗം കൂടുന്നതോറും നമ്മുടെ റേറ്റ് കുറഞ്ഞു വരും പെർ യൂണിറ്റിൻ്റെ റേറ്റ്.
ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, കൺസ്യൂമേഴ്സിന് കൂടുതൽ എനർജി യൂസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ടു പാർട്ട് താരിഫ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ടു പാർട്ട് താരിഫ് എന്താ പറയുന്നത്, വെൻ റേറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ദി കൺസ്യൂമർ ആൻഡ് ദ യൂണിറ്റ്സ് കൺസ്യൂംഡ്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ പറഞ്ഞതിലേക്കൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ യൂണിറ്റ് ഇത്ര യൂണിറ്റിന് ഇത്ര രൂപ മാത്രമേ ഒരു പാരാമീറ്റർ ഉപയോഗിച്ചിരുന്നുള്ളൂ. പക്ഷേ ടു പാർട്ട് താരിഫിനകത്ത് വന്നപ്പോൾ ഇവിടെ എന്ത് വന്നു, ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് വന്നു, എന്താ ഒരു പാരാമീറ്റർ വന്നു. എന്താണത്, മാക്സിമം ഡിമാൻഡ് ഓഫ് കൺസ്യൂമർ. അതായത് നമ്മൾ ആ കൺസ്യൂമറിൻ്റെ മാക്സിമം ഡിമാൻഡ് എത്രയാണെന്ന് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, താരിഫ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സപ്പോസ് ഇപ്പോൾ പല മാക്സിമം ഡിമാൻഡ് പല ആളുകൾക്കും പലതാവും. ചിലയിടത്ത് 1 kW ആയിരിക്കും മാക്സിമം ഡിമാൻഡ്, ചില ആളുടെ 5 kW ആവാം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. സോ അങ്ങനെ നമ്മൾ എന്തോ ചെയ്യുന്നു, എത്ര ഡിമാൻഡ് ഉണ്ട്, മാക്സിമം ഡിമാൻഡ് എത്രയാണ് പ്ലസ് യൂണിറ്റ്സ് കൺസ്യൂംഡ്. ഓക്കെ, നോക്കാം നമുക്ക്. ഇൻ ടു പാർട്ട് താരിഫ് ടോട്ടൽ ചാർജ് ടു ബി മെയ്ഡ് ഫ്രം ദി കൺസ്യൂമർ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 components വിച്ച് ഈസ് ഫിക്സഡ് ചാർജസ് ആൻഡ് റണ്ണിങ് ചാർജസ്. ഓക്കെ, സോ നമ്മൾ ഈ ടു പാർട്ട് താരിഫിനകത്ത് മൊത്തം താരിഫ് ചാർജിനെ, ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഫിക്സഡ് ചാർജ് എന്നും ഒന്ന് റണ്ണിങ് ചാർജായി ഡിവൈഡ് ചെയ്യുന്നു. The fixed charges depend upon the maximum demand of the consumer. So ഇതിനകത്ത് ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്തിനാ, മാക്സിമം ഡിമാൻഡിനെയും. while the running charges depend upon the number of units consumed. ഓക്കെ, ഫിക്സഡ് ചാർജ് മാക്സിമം ഡിമാൻഡിനെയും റണ്ണിങ് ചാർജ് നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഓക്കെ, ഞാനിപ്പോൾ 100 യൂണിറ്റ് ഉപയോഗിച്ചാൽ ഒരു യൂണിറ്റിന് പെർ യൂണിറ്റ് 3 രൂപയാണെങ്കിൽ ടോട്ടൽ 300 രൂപ ഇവിടെ വരും. ഇവിടെയാണെങ്കിൽ എൻ്റെ മാക്സിമം ഡിമാൻഡ് എത്രയാണ് അത് ഇൻറ്റു കിലോ വാട്ട് ഒരു ചാർജ് ഉണ്ടാവും. സോ എന്താ ബി എന്താ, ചാർജ് പെർ കിലോ വാട്ട്. ഓക്കെ, സപ്പോസ് എൻ്റെത് 1 kW ആണെങ്കിൽ സപ്പോസ് ഇവിടെ ഒരു 100 രൂപ ഉണ്ട് വെച്ചോ, ബി ഒരു 100 ആണെങ്കിൽ എന്ത് ചെയ്യും, 100 × 1 kW, ഇവിടെ ഒരു 100 രൂപ പ്ലസ് ഇവിടെ ഞാൻ എത്ര ഉപയോഗിക്കുന്ന യൂണിറ്റ് അനുസരിച്ചുള്ള ചാർജ്. ഇനി സപ്പോസ് എൻ്റെത് 2 kW ആണെങ്കിൽ ഇവിടെ എന്ത് വരും, 100 × 2, സോ ഇവിടെ ടോട്ടൽ 200 ആയി, പ്ലസ് ഞാൻ എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ചാർജ് വരും. ഓക്കെ, സോ ഇവിടുത്തെ ഇതൊരു ഫിക്സഡ് ചാർജും ഇത് റണ്ണിങ് ചാർജുമാണ്. ഫിക്സഡ് ചാർജ് ഡിപ്പെൻഡ്സ് ഓൺ മാക്സിമം ഡിമാൻഡ്, റണ്ണിങ് ചാർജ് ഡിപ്പെൻഡ്സ് ഓൺ യൂണിറ്റ് കൺസ്യൂംഡ്. ഓക്കെ, അത് മനസ്സിലായിരിക്കുന്നു. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഓക്കെ, വേറെ ബി ആൻഡ് സി ശ്രദ്ധിക്കുക. ബി ഈസ് ദ ചാർജ് പെർ കിലോ വാട്ട് ഓഫ് മാക്സിമം. അതായത് 1 kW ഉപയോഗിക്കാൻ ഞാൻ എത്ര ചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് കമ്പനി എത്ര ചാർജ് ചെയ്യുന്നുള്ളതാണ് ബി. അതുപോലെ സി എന്ന് വെച്ചാൽ എന്താ, ചാർജ് പെർ kWh ഓഫ് എനർജി കൺസ്യൂംഡ്. അതായത് ഞാൻ എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജ് പെർ കിലോവാട്ട് പെർ യൂണിറ്റ്. ഓക്കെ, സോ അത് മനസ്സിലായി വരുന്നത്. ടു പാർട്ട് താരിഫ് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം അടുത്താണ് പവർ ഫാക്ടർ താരിഫ്. എന്താ, സോ ഇതുവരെ നമ്മൾ നോക്കിയ അല്ലെങ്കിൽ ചർച്ച ചെയ്ത താരിഫിനകത്തൊന്നും പവർ ഫാക്ടർ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായില്ല. സോ പവർ ഫാക്ടർ വരുന്ന ആദ്യത്തെ താരിഫാണ് ഇത്. പവർ ഫാക്ടർ താരിഫ്, താരിഫ് ഇൻ വിച്ച് പവർ ഫാക്ടർ ഓഫ് ദി consumers load is taken. Power factor of the consumers load is taken into consideration known as power factor താരിഫ്. അതായത് നമ്മൾ ഒരു താരിഫ് കൺസിഡർ ചെയ്യുമ്പോൾ ആ താരിഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും കൂടി കൺസിഡർ ചെയ്യുന്നു, ആ കൺസ്യൂമറിൻ്റെ പവർ ഫാക്ടറും കൂടി കൺസിഡർ ചെയ്യുന്നു. സോ അതിനാണ് നമ്മൾ പവർ ഫാക്ടർ താരിഫ് എന്ന് വിളിക്കുക. ഇനി അതിന് നമ്മൾ 2 ടൈപ്പ് ഓഫ് താരിഫ്സ് ഉണ്ട്, പവർ ഫാക്ടർ താരിഫ്സ്. ഒന്നാമത്താണ് KVA മാക്സിമം ഡിമാൻഡ് താരിഫ്. അത് KVA എന്ന് വെച്ചാൽ നമുക്കറിയാം കിലോ വോൾട്ട് ആംപിയർ. സോ ഈ KVA ഇൻറ്റു പവർ ഫാക്ടർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കിലോ വാട്ട് കിട്ടുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, KVA മാത്രം നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു കൺസ്യൂമറിൻ്റെ KVA മാക്സിമം ഡിമാൻഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ടു പാർട്ട് താരിഫ്. In this case, the fixed charges are made on the basis of maximum demand in KVA and not in kilowatt. Okay, very important. അതെന്താ, നമ്മൾ മുമ്പ് പഠിച്ച ഈ ടു പാർട്ട് താരിഫ് തന്നെയാണ്, സെയിം. നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുന്നത്. എന്താ മോഡിഫിക്കേഷൻ? ഇൻ ദിസ് കേസ് ഇൻസ്റ്റെഡ് ഓഫ് കിലോ വാട്ട് നമ്മളിവിടെ നമുക്ക് കാണാം, നമ്മളെന്താ ചാർജ് പെർ കിലോ വാട്ടായിരുന്നു കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചാർജ് പെർ മാക്സിമം ഡിമാൻഡ് ഇൻ KVA ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം KVA കൂടുന്തോറും നമ്മളെ പവർ ഫാക്ടർ നമ്മൾ എത്ര കുറയുന്നോ അത്രയും നമുക്കിവിടെ വാല്യൂസ് കൂടി പോകും, KVA വാല്യൂസ് ഇൻക്രീസ് ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൺസ്യൂമറിൻ്റെ പവർ ഫാക്ടർ മാക്സിമം ചാർജ് കുറയാൻ വേണ്ടിയിട്ട് ഒരു കൺസ്യൂമർ എന്ത് ചെയ്യും, മാക്സിമം പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ നോക്കും. ഓക്കെ, സോ ഇത് യൂഷ്വലി നമ്മൾ ഇൻഡസ്ട്രിയൽ കേസിലാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. ഇൻഡസ്ട്രീസിലേക്ക് പവർ ഫാക്ടർ വളരെ കുറവായിരിക്കും. ഒരുപാട് ഇൻഡക്ഷൻ മോട്ടോഴ്സൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവിടെ പവർ ഫാക്ടർ വളരെ കുറവായിരിക്കും. സോ അതിലേക്കാണ് നമ്മൾ ഈ താരിഫ് ഉപയോഗിക്കാറ്. ഓക്കെ, സോ ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കൺസ്യൂമേഴ്സിന് കൂടുതലായിട്ട് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിന് പ്രേരിപ്പിക്കുകയാണ് ഈ ഒരു താരിഫ് ചെയ്യുക.
ഇനി വേറെ ടൈപ്പ് താരിഫ് ഉണ്ട്, സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ്. ഇത് രണ്ടും പവർ ഫാക്ടർ ബേസ്ഡ് താരിഫാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. സ്ലൈഡിംഗ് സ്കെയിൽ താരിഫ് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആവറേജ് പവർ ഫാക്ടർ താരിഫ്. അതായത് നമ്മൾ ഈ ഇതിൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു സപ്പോസ് ഞാൻ പറയുകയാണ് ഒരു ആവറേജ് പവർ ഫാക്ടർ ഈസ് 0.8. ഓക്കെ, ഇത് ഒരു ഇലക്ട്രിക് കമ്പനിയാണ്, ഞാൻ സെറ്റ് ചെയ്യാണ്. ആവറേജ് പവർ ഫാക്ടർ 0.8 ആണ്. ഇഫ് ദ പവർ ഫാക്ടർ ഓഫ് ദ കൺസ്യൂമർ ഫോൾസ് ബിലോ ദിസ് ഫാക്ടർ സ്യൂട്ടബിൾ അഡീഷണൽ ചാർജസ് ആർ മെയ്ഡ്. അതായത് ഒരു കൺസ്യൂമർ ഈ 0.8-നേക്കാളും താഴെ പവർ ഫാക്ടറുള്ള ലോഡുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, ഞാനൊരു ഒരു അഡീഷണൽ ചാർജ് ഈ കൺസ്യൂമറിൽ നിന്ന് വാങ്ങിക്കും. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ദ പവർ ഫാക്ടർ ഈസ് യൂസിങ് എബവ് ദ റെഫറൻസ്, എ ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ടു കൺസ്യൂമർ. ഓക്കെ, അത് സപ്പോസ് ഒരു കൺസ്യൂമർ 0.9 പവർ ഫാക്ടറിലാണ് കംപ്ലീറ്റ് ലോഡുകൾ റൺ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്നൊരു ഡിസ്കൗണ്ട് ഞാൻ ഈ കൺസ്യൂമറിന് കൊടുക്കും. ഇനി സപ്പോസ് ഒരു കൺസ്യൂമർ 0.7 പവർ ഫാക്ടറിലാണ് കംപ്ലീറ്റ് റൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആ കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ അഡീഷണൽ ചാർജ് അതിനെ ഈടാക്കും, കാരണം ലോ പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതും എന്ത് ചെയ്യും, ഇതും ആ കൺസ്യൂമറിനെ കൊണ്ട് കൂടുതൽ ഹയർ അല്ലെങ്കിൽ ബെറ്റർ പവർ ഫാക്ടറിൽ റൺ ചെയ്യിക്കാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള താരിഫുകൾ ഉണ്ടാക്കുന്നത്. പവർ ഫാക്ടർ ബേസ്ഡ് താരിഫ് വെച്ച് ഇതിന് വേണ്ടിയാണ്. അതായത് കൺസ്യൂമറിന് കുറച്ചും കൂടി എന്താ പറയുക പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി യൂസബിൾ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് താരിഫ്സ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത ടൈപ്പ് വെച്ചാൽ 3 പാർട്ട് താരിഫ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. എന്തായത്, വെൻ ടോട്ടൽ ചാർജ് ടു ബി മെയ്ഡ് ഫ്രം ദ കൺസ്യൂമർ is split into 3 parts, which is fixed charge, semi-fixed charge and running charge. It is not a 3-part tariff. So നമ്മൾ തൊട്ടും 2-part tariff പഠിച്ചു. സോ 2-part താരിഫിൽ എന്താ പറഞ്ഞത്, നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഫിക്സഡ് ചാർജ്, ഒന്ന് റണ്ണിങ് ചാർജും. അതിൽ ഫിക്സഡ് ചാർജ് കിലോ വാട്ടിൻ്റെ ബേസ് ആയിട്ടും റണ്ണിങ് ചാർജ് നമ്മുടെ യൂണിറ്റിൻ്റെ ബേസ് ആയിട്ട് വരണം. ഇവിടെ നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് ഫിക്സഡ് ചാർജ്, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സെമി ഫിക്സഡ് ചാർജ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു റണ്ണിങ് ചാർജ് ഉണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഫിക്സഡ് ചാർജ് എന്താ, സോ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ, ടോട്ടൽ ചാർജ് ഈക്വൽ ടു A+. സോ ഇതിനകത്ത് A ആണ് ഫിക്സഡ് ചാർജ്, B ആണ് ഇതാണ് സെമി ഫിക്സഡ് ചാർജ്, ഇതാണ് റണ്ണിങ് ചാർജ്. ഓക്കെ, നമുക്ക് നോക്കാം ഓരോരോ പാരാമീറ്റേഴ്സ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് എ എന്താ, ഫിക്സഡ് ചാർജ് മെയ്ഡ് ഡ്യൂറിങ് ഈച്ച് ബില്ലിംഗ് പീരീഡ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓൺ ദി കോസ്റ്റ് ഓഫ് ദി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലേബർ കോസ്റ്റ് ഓഫ് ദി കളക്ടിങ് റവന്യൂസ്. അതായത് ഈ എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ചാർജ് നമ്മൾ ഒരു ഇലക്ട്രിക് കമ്പനിക്ക് വരുന്ന ഒരുപാട് ചിലവുകൾ, അതിൻ്റെ ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന കോസ്റ്റുകൾ, റിപ്പയറിങ് കോസ്റ്റുകൾ, സോ അങ്ങനത്തെ ഒരുപാട് കോസ്റ്റുകൾ നമ്മൾ സംഗ്രഹിച്ച് നമ്മളൊരു ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാക്കുന്നു. സപ്പോസ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ഇലക്ട്രിക് കണക്ഷൻ ഞാൻ എടുത്തു. സോ ഞാൻ ഒരു ഉപയോഗം ചെയ്യുന്നില്ലെങ്കിലും എന്ത് വരും, നമുക്കൊരു ഫിക്സഡ് ചാർജ് വരും. സോ ആ ഫിക്സഡ് ചാർജിനാണ് നമ്മളിവിടെ A കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് B, സെമി ഫിക്സഡ് ചാർജ് പറയുന്നത് ചാർജ് പെർ കിലോ വാട്ട് ഓഫ് മാക്സിമം ഡിമാൻഡ്. ഇത് നമ്മൾ 2-part താരിഫ് പറഞ്ഞിരുന്നു, പക്ഷേ ഈ കേസിൽ ഇത് ഇതായിരുന്നു ഫിക്സഡ് ചാർജ്. പക്ഷേ ഇവിടെ ഇത് സെമി ഫിക്സഡ് ചാർജ് എന്നറിയപ്പെടുന്നു. ഇനി C നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് അനുസരിച്ചുള്ള ചാർജ്. അത് നോർമൽ നമ്മുടെ റണ്ണിങ് ചാർജ് പറയും. സോ ഫിക്സഡ് ചാർജ് വെച്ചാൽ അത് ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ എത്ര യൂസ് ചെയ്യുന്നതെന്ന് അത് ഡിപ്പെൻഡ് ചെയ്യില്ല. ജസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ ഉണ്ട്, നമ്മൾ ഒരു ഉപയോഗം നടത്തുന്നില്ലെങ്കിലും വരും, നമുക്ക് ഈ പറഞ്ഞ ഫിക്സഡ് ചാർജ് വരും, ഒരു മിനിമം ചാർജ് വരും. അതിനാണ് നമ്മൾ ഫിക്സഡ് ചാർജ്. അത് എന്തൊക്കെയാണ് അതിനകത്ത് പാരാമീറ്റർ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ്, ആ ഇലക്ട്രിക് കമ്പനിക്ക് വരുന്ന ഇൻട്രസ്റ്റ്, റിപ്പയർ ചാർജസ്, ലേബർ കോസ്റ്റ്, റവന്യൂ ചാർജസ്, അതൊക്കെ കൂട്ടിയിട്ടാണ് ഫിക്സഡ് ചാർജ് ഓരോ പെർ കൺസ്യൂമറിന് ഇവർ സെറ്റ് ചെയ്യുന്നത്. ഇനി സെമി ഫിക്സഡ് ചാർജ് വെച്ചാൽ ചാർജ് പെർ കിലോ വാട്ട് ഓഫ് മാക്സിമം ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്ത്. സോ എത്രയാണ് മാക്സിമം ഡിമാൻഡ്, അത് ഇൻറ്റു എത്രയാണ് ചാർജ്, അതാണ് സെമി ഫിക്സഡ് ചാർജ്. ഇത് നമ്മുടെ നോർമൽ എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നു ആ യൂണിറ്റ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്, അതാണ് റണ്ണിങ് ചാർജ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് താരിഫിനെ ബേസ് ആയിട്ട്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഒരു ക്വസ്റ്റ്യൻ 100% വരും, മേ ബി 2 ക്വസ്റ്റ്യൻ വരാം. നമുക്ക് ഒന്നിട്ട് നോക്കാം. ആദ്യത്തെ ഫിക്സഡ് താരിഫ് ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നു ആ യൂണിറ്റ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ്. അതായത് ഞാൻ 100 യൂണിറ്റ് ഉപയോഗിച്ചു, ഒരു യൂണിറ്റിന് 3 രൂപയാണെങ്കിൽ ടോട്ടൽ എത്രയായി, 300 രൂപ. പിന്നെ പഠിച്ചാണ് ഫ്ലാറ്റ് റേറ്റ് താരിഫ്. അവിടെ നമ്മൾ പറഞ്ഞത് അത് നമ്മൾ ലൈറ്റ് ലോഡിനും ഹെവി ലോഡിനും സെപ്പറേറ്റ് ചാർജ് ചെയ്യുന്നു. ഓക്കെ, സപ്പോസ് നമ്മൾ ലൈറ്റ് ലോഡിന് 3 രൂപ ചാർജ് ചെയ്താൽ ഹെവി ലോഡിന് നമ്മൾ എത്ര ചാർജ് ചെയ്യും,
രൂപ ചാർജ് ചെയ്യും. അതായത് ലൈറ്റ് ലോഡ് കൺസ്യൂമേഴ്സ്, ഹെവി ലോഡ് കൺസ്യൂമേഴ്സ്. ഹെവി ലോഡ് കൺസ്യൂമേഴ്സ് നമുക്കറിയാം എന്താ, വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ ഒരുപാട് മെഷീൻസൊക്കെ വരുമ്പോൾ നമ്മളത് ഹെവി ലോഡായി കൺസിഡർ ചെയ്യും. ലൈറ്റ് ലോഡ് വെച്ചാൽ നമ്മുടെ നോർമൽ ഹൗസ് ഹോൾഡ് ലോഡുകൾ, നമ്മുടെ ലൈറ്റ്, ഫാൻ, അങ്ങനത്തെ ഇതൊക്കെ വെച്ചാൽ വളരെ മുമ്പുണ്ടായിരുന്ന താരിഫാണിത്. സോ ഇപ്പോൾ നിലവിലുള്ള താരിഫൊന്നല്ല ഇത്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ അടുത്ത ബ്ലോക്ക് ട്രേഡ് താരിഫ്. അതായത് നമ്മൾ പറഞ്ഞു, നമ്മൾ സ്ലാബ് റേറ്റ് എന്ന് പറയാറുണ്ട്. ഇപ്പോഴും നമുക്ക് സ്ലാബ് റേറ്റ് ഉണ്ട്. അതായത് നമ്മൾ ആദ്യത്തെ 100 യൂണിറ്റിന് സപ്പോസ് 3 രൂപ അല്ലെങ്കിൽ 10 രൂപ പറയുന്നു, ചാർജ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 100 to ഒരു 500 വരെ സപ്പോസ് ഒരു 8 റുപ്പീസ്, അങ്ങനെ നമ്മൾ ഓരോ സ്ലാബ് ആക്കിയിട്ട് തിരിച്ച് സ്ലാബ് കൺസംഷൻ കൂടുന്തോറും റേറ്റ് കുറയുന്ന രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ താരിഫ് സെറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ബ്ലോക്ക്ഡ് റേറ്റ് താരിഫ് എന്ന് പറയാം. സോ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൂടുതലായിട്ട് ആളുകളെ എനർജി കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എൻകറേജ് ചെയ്യുന്നു. അതിനുകൊണ്ടാണ് ഈ താരിഫ്. പിന്നെ 4ാമത്തെ ആയിരുന്നു ടു പാർട്ട് താരിഫ് വെച്ചാൽ എന്തായിരുന്നു? ടു പാർട്ട് നമ്മൾ നോർമൽ റണ്ണിങ് ചാർജ് ഉണ്ട്. അതായത് നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നു ആ യൂണിറ്റ് പെർ ചാർജ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ പൈസ കിട്ടും. പ്ലസ് കൂടി വരുന്നുണ്ട്, നമ്മുടെ ഹൗസിൻ്റെ മാക്സിമം ഡിമാൻഡ്, അല്ല നമ്മുടെ കൺസ്യൂമറിൻ്റെ മാക്സിമം ഡിമാൻഡ് കൂടി അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, സപ്പോസ് 1 കിലോ വാട്ടാണ് ഒരാളുടെ മാക്സിമം ഡിമാൻഡെങ്കിൽ ഞാൻ എന്താ 1 കിലോ വാട്ട് ഞാൻ സെറ്റ് ചെയ്യാണ് 100 രൂപ വരും എന്നാണെങ്കിൽ എന്താ 100 പ്ലസ് ഞാൻ എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നു ആ യൂണിറ്റ് ചാർജ് പെർ യൂണിറ്റ്. ഓക്കെ, സപ്പോസ് എൻ്റെ 2 കിലോ വാട്ടാണ് എൻ്റെ മാക്സിമം ഡിമാൻഡെങ്കിൽ 2 × 100 മൊത്തം 200 അവിടെ വന്നു. പിന്നെ പ്ലസ് ഞാൻ എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നു ആ യൂണിറ്റിൻ്റെ ചാർജ്. ഓക്കെ, സോ ഇത് മനസ്സിലായിരിക്കുന്നു. അടുത്താണ് പവർ ഫാക്ടർ താരിഫ്. സോ പവർ ഫാക്ടർ താരിഫ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് KVA മാക്സിമം ഡിമാൻഡ് താരിഫ്. KVA മാക്സിമം ഡിമാൻഡ് താരിഫ് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ടു പാർട്ട് താരിഫിൻ്റെ സെയിം കൺസെപ്റ്റാണ്. പക്ഷേ അതിനകത്തൊരു വ്യത്യാസം എന്ന് വെച്ചാൽ കിലോ വാട്ടിൻ്റെ സ്ഥാനത്ത് കിലോ വോൾട്ട് ആംബിയർ KVA ഡിമാൻഡ് യൂസ് ചെയ്യുന്നു. സോ അതുകൊണ്ട് വെച്ചാൽ കൺസ്യൂമറിന് കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ടുള്ള പവർ ഫാക്ടറിൽ ലോഡ് റൺ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താ, നമ്മൾ പവർ ഫാക്ടർ കൂട്ടുന്നതോറും നമുക്ക് ഈ പറഞ്ഞ KVA എമൗണ്ട് കുറഞ്ഞു വരും. ഓക്കെ, അതുപോലെയുള്ള ഒന്നാണ് സ്ലൈഡിങ് സ്കെയിൽ താരിഫ്. സ്കെയിൽ താരിഫ് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക് കമ്പനി ഒരു ആവറേജ് താരിഫ് സെറ്റ് ചെയ്യും. അതായത് സപ്പോസ് ഒരു 0.8 ആണ് സെറ്റ് ചെയ്യുന്നത് വെക്കുക. സോ ഒരു കൺസ്യൂമർ സപ്പോസ് 0.7 പവർ ഫാക്ടറിലാണ് ഒരു ആവറേജ് 0.7 പവർ ഫാക്ടർ ലോഡാണ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്ന് അഡീഷണൽ ഒരു ഫൈൻ പോലെ അഡീഷണൽ ചാർജുകൾ ഈടാക്കും. ഇനി സപ്പോസ് ആ കൺസ്യൂമർ ഒരു 0.9 പവർ ഫാക്ടറിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ബില്ലിൽ നിന്ന്, ആ കൺസ്യൂമറിന് കൊടുക്കുന്ന ബില്ലിൽ നിന്ന് നമ്മൾ കുറച്ച് എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്യും ഈ ഒരു ഹയർ പവർ ഫാക്ടർ റൺ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, സോ ഇതും എന്തിനാണ്, കൂടുതൽ ബെറ്റർ ഇമ്പ്രൂവ് ആയിട്ടുള്ള പവർ ഫാക്ടറിൽ കൺസ്യൂമേഴ്സിനെ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യുന്നതാണ് ഈ 2 താരിഫുകളും. ഇനി ലാസ്റ്റ് നമ്മൾ പഠിച്ചാണ് 3 പാർട്ട് താരിഫ്. 3 പാർട്ട് താരിഫ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, 2 പാർട്ട് താരിഫിനേക്കാളും ചെറിയ വ്യത്യാസമുള്ള ഒരു എക്സ്ട്രാ ഒരു ഫിക്സഡ് ചാർജ് കൂടി വരുന്നുണ്ട്. അത് 3 പാർട്ട് താരിഫാകുമ്പോൾ നമുക്കൊരു ഫിക്സഡ് ചാർജ് വരുന്നുണ്ട്, ഒരു സെമി ഫിക്സഡ് ചാർജ് വരുന്നുണ്ട്, ഒരു റണ്ണിങ് ചാർജ് വരുന്നുണ്ട്. അതിൽ ഫിക്സഡ് ചാർജ് വെച്ചാൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞു, അത് നമുക്ക് നമ്മളെ യൂസേജിന് ഡിപ്പെൻഡ് ചെയ്യുന്നേയില്ല, ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനർജി കൺസപ്ഷനാണ്. സോ നമ്മൾ ഒരു ഇലക്ട്രിക് കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഫിക്സഡ് ചാർജ് വരും. സോ അത് എന്തിനൊക്കെ ബേസ് ആയിട്ടാണ് ഫിക്സഡ് ചാർജ് വരുന്നത് വെച്ചാൽ നമ്മൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റുകൾ, ലേബർ കോസ്റ്റുകൾ, റിപ്പയർ കോസ്റ്റ്, അങ്ങനത്തെ ഒരുപാട് കോസ്റ്റുകൾ കൂടിയിട്ടാണ് പെർ കൺസ്യൂമറിന് ഒരു ഫിക്സഡ് ചാർജ് വരുന്നത്. അത് നമ്മളെ യൂസേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനർജി കൺസപ്ഷനാണ്. ഇനി അതുപോലെ സെമി ഫിക്സഡ് ചാർജ് ഉണ്ട്. സെമി ഫിക്സഡ് ചാർജ് നമ്മൾ മുമ്പ് 2 പാർട്ടിൽ പഠിച്ച പോലെ തന്നെയാണ്. നമ്മൾ എത്രയാണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ്, ആ ഡിമാൻഡ് ഇൻറ്റു ഒരു ഫിക്സഡ് ചാർജ്. ഇനി റണ്ണിങ് ചാർജ് ആണെങ്കിൽ റണ്ണിങ് ചാർജ് ഞാൻ പറഞ്ഞു, നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നു, ഒരു യൂണിറ്റിന് 3 രൂപയാണെങ്കിൽ 3 ഇൻറ്റു ആ ടോട്ടൽ യൂണിറ്റ്സ്, നമ്മുടെ കൺസ്യൂംഡ് യൂണിറ്റ് എത്രയാണ് എന്നുള്ളതാണ് വാല്യൂ. സോ ഇതിൻ്റെ 3ൻ്റെയും സമ്മായിരിക്കും നമുക്ക് ഫൈനലായിട്ട് വരുന്ന നമ്മുടെ ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും നമുക്ക് താരിഫിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.